പല തരത്തിലുള്ള പ്രവചനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം 25-ാം തീയതി ജപ്പാനിൽ വലിയ സുനാമി ആഞ്ഞടിക്കുമെന്ന് പറഞ്ഞൊരു പ്രവചനം ഉണ്ടായിരുന്നു. ആ പ്രവചനം എന്തായാലും ചീറ്റിപ്പോയി. ഇപ്പോഴിത് ബാബ വാങ്കയുടെ പ്രവചനമാണ് സത്യമായിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നോസ്ട്രാഡംസും ബാബ വാങ്കയും പ്രവചനങ്ങൾ കൂടുതൽ യാഥാർത്ഥ്യമായ പേരുകളാണ്. രാജ്യത്തെയും ലോകത്തെയും ജനങ്ങളെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചും പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും അവർ പ്രവചനങ്ങൾ നടത്തി. അവ വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. 2025-നെക്കുറിച്ച് ബാബ വാങ്കെ ഒരു പ്രവചനം നടത്തി. 2025-ൽ ബാബ വാങ്കെ ചില പ്രവചനങ്ങൾ നടത്തിയത് അവ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ അനുസരിച്ച് യൂറോപ്പിൽ ഒരു വിനാശകരമായിട്ടുള്ള യുദ്ധം വരും. തൽഫലമായി ഭൂഖണ്ഡത്തിലെ ഭൂരിഭാഗം ജനങ്ങളും നശിപ്പിക്കപ്പെടും. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാണെങ്കിൽ 2025-ൽ റഷ്യ മുഴുവൻ ലോകത്തെ ഭരിക്കും. റഷ്യയും യുക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിനിടയിൽ ഇത്തരം സാധ്യതകൾ അസ്ഥിരമായി കണക്കാക്കപ്പെടുന്നു. 2025-ൽ നിരവധി വിനാശകരമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളും അവർ പ്രവചിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് ഭൂകമ്പം ഉണ്ടാകുമെന്നും നിരവധി നിദ്രാവിഹീനരായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമെന്നും ബാബ വാങ്കെ പ്രവചിച്ചിട്ടുണ്ട്. എന്തായാലും ബാബ വാങ്കയുടെ റഷ്യയെക്കുറിച്ചുള്ള പ്രവചനം സത്യമായി എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റഷ്യയിലെ കാംച്തക്കിൽ 8.7 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പമുണ്ടായി. ഈ ഭൂകമ്പത്തെ തുടർന്ന് അമേരിക്കയിൽ നിന്ന് ജപ്പാനിലേക്ക് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അലാസ്കയിലും കാംചത്ക ഉപദ്വീപിലും അമേരിക്കയുടെയും റഷ്യയുടെയും ആണവ താവളങ്ങളുമുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് ജപ്പാനിലെ ഹുക്കുഷിമ ആണവ നിലയത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ജപ്പാനിൽ സുനാമി ഉണ്ടായാൽ അതിൻ്റെ ആഘാതം ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്തുക സ്വാഭാവികമാണ്. ഒരു ദിവസം മുമ്പ് ഈ പ്രദേശത്ത് ഒരു ഭൂകമ്പം ഉണ്ടായതേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു സുനാമി ഉണ്ടായാൽ അത് ഇന്ത്യയും ബാധിക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. റഷ്യയിൽ 8.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിന് ശേഷം പല രാജ്യങ്ങളും പരിഭ്രാന്തിയിലാണ്. റഷ്യ, ജപ്പാൻ, അമേരിക്ക എന്നീ 3 രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജപ്പാനിൽ 16 സ്ഥലങ്ങളിൽ കടലിൽ 40 സെൻറ്റിമീറ്റർ ഉയരമുള്ള തിരമാലകൾ കണ്ടു. ഇഷിനോമാക്കി തുറമുഖത്ത് കടലിൽ 50 സെൻറ്റിമീറ്റർ ഉയരമുള്ള തിരമാലകളാണ് കണ്ടത്. ജപ്പാനിലെ ഹൊക്കൈഡോയിലും സുനാമി തിരമാലകൾ കണ്ടു. അത്തരമൊരു സാഹചര്യത്തിൽ ജപ്പാനിൽ സുനാമി ഉണ്ടായാൽ അതിൻ്റെ ആഘാതം ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് എത്തും എന്നുള്ളതും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും 2025-26 കാലയളവിൽ ഭൂകമ്പം ഉണ്ടാകുമെന്നും വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആളുകൾക്ക് നേരിടേണ്ടി വരുമെന്നും ഒരു വലിയ ഭൂകമ്പം ഒരു മഹാദുരന്തത്തിന് തുടക്കമിടുമെന്നുമാണ് ബാബ വാങ്കെ ഭൂകമ്പത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രവചനത്തിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.